എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തതും എന്നാൽ ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്തതും എൻ്റെ പി എച്ച് ഡി തന്നെയാണ് കേട്ടോ. അപ്പോൾ പി എച്ച് ഡിയുടെ പാർട്ടായിട്ടുള്ള എൻ്റെ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗോവയിലൊരു കോൺഫറൻസിന് പോകേണ്ടായി. എയർ ഇന്ത്യയിലാണ് പോയത്. നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ എൻജോയ് ചെയ്ത് ഗോവയിലെത്തിയപ്പോൾ പനി പിടിച്ചു കേട്ടോ. പനി പിടിച്ചെങ്കിലും പിറ്റേ ദിവസം ഞാൻ എങ്ങനെയൊക്കെയോ കോൺഫറൻസ് ഹാളിലെത്തി. കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനതിങ്ങനെ വെയിറ്റ് ചെയ്ത് കാണുമായിരുന്നു. It is clearly seen that in the yeast phase, the fungus is mostly dormant. Hello everyone. In TNBC, especially the three targets that are identified are absent in a TNBC. It was called TGN that was used across from a German company. ഞാനിങ്ങനെ ഓരോരുത്തരുടെ പ്രസൻറ്റേഷനായിട്ട് കേൾക്കുമായിരുന്നു കേട്ടോ. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അവിടെ വന്ന് പ്രസൻറ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ കോൺഫിഡൻസ്, പ്രസൻറ്റേഷൻ സ്കില്ലൊക്കെയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് എൻ്റെ പ്രസൻറ്റേഷൻ്റെ ടൈം ആയിട്ടോ. അങ്ങനെ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ കയറി. കുറച്ച് നെർവസ് ആയിരുന്നു, ബിക്കോസ് എനിക്ക് ഫീവറായിരുന്നു. ഫീവറിൻ്റെ കൂടെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നുകൊണ്ട് പ്രസൻറ്റേഷൻ എനിക്ക് ടഫായിരുന്നു. ബട്ട് ഐ മാനേജ്ഡ് എനി ഹൗ. അതിനുശേഷം അവരുടെ ഫുഡൊക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ഉച്ച കഴിഞ്ഞിട്ടും സെക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓരോരുടെ ടൈം നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് അവരുടെ ക്വസ്റ്റ്യനിങ് പ്രോഗ്രാം ആയിരുന്നു. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അതിനുശേഷം ഇത് സൗത്ത് ഗോവയിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ കോൺഫറൻസ് നടന്നിരുന്ന റിസോർട്ടിൻ്റെ ബാക്ക് സൈഡൊക്കെ ബീച്ചായിരുന്നു. അപ്പോൾ ഞാൻ ബീച്ച് വരെയൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ബീച്ചിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റൊക്കെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഞാൻ സ്റ്റേ ചെയ്തിരുന്ന റൂമിലേക്ക് തന്നെ പോയി. അന്ന് തന്നെ എനിക്ക് തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഹറിബറിയായിട്ട് പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ തിരിച്ച് പോന്നു. ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ കോൺഫറൻസ് ജേർണി. പിന്നെ ഇതിപ്പോൾ ഇടാമെന്ന് വിചാരിച്ചത് എൻ്റെ സിസ്റ്ററാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ. അവളെപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യും, ഇത് വീഡിയോ ആക്കി ഇടുമെന്ന്. ബട്ട് എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് അന്നൊക്കെ ചെയ്യാതിരുന്നത്. സോ ഇപ്പോൾ എൻ്റെ ജേർണിയുടെ കുറച്ച് പാർട്ടായിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു.